ഹലോ ഹായ്, ഞാൻ ഷമീം. ഒരുപാട് റെസിപ്പികളുടെ ഷൂട്ടിൻ്റെ ഇടയിൽ വീണ്ടും ഒരു സെപ്പറേറ്റ് ഒരു ഡിഷ് എന്നുവെച്ചാൽ കുറേ ആയില്ല ഡെസേർട്ട്സ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അത് നമുക്ക് ചിക്കൻ്റെ ലിവറിൽ ചെയ്യാം, ബീഫിൻ്റെ ലിവറിൽ ചെയ്യാം, മട്ടൻ്റെ ലിവറിൽ ചെയ്യാം. ലിവറിൽ വരുന്ന കോമ്പിനേഷനിൽ നന്നാണ് വെച്ചാൽ ആ കോമ്പിനേഷനിൽ വരുന്ന ഒരു കിടിലം റെസിപ്പി, നല്ല നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇന്നെടുത്തത് മട്ടൻ്റെ ലിവറാണ്. അപ്പോൾ മട്ടൻ്റെ ലിവറിൽ ഇതിനെ വേറെ കോൺസെപ്റ്റിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. വേറെ കോൺസെപ്റ്റിൽ എന്ന് പറയുമ്പോൾ ഒരു പൊള്ളിച്ച രീതിയിൽ ചെയ്യാറുണ്ട്. അത് ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റാണ്. പക്ഷേ അതിനുള്ള സൗകര്യം പൊള്ളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അടുപ്പിൽ പൊള്ളിക്കുന്നതല്ല, നമ്മൾ കനലിൽ ചുട്ടെടുത്തിട്ട് എടുക്കുന്ന രീതിയാണ്. അത് ഞാൻ മറ്റൊരു ദിവസം എപ്പോഴെങ്കിലും നമുക്കൊരു ഔട്ട്ഡോർ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് നമ്മളെ പാൻ എടുക്കുക. ചട്ടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പഴയ ചട്ടി ഉണ്ടെങ്കിൽ ആ പഴയ ചട്ടിയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യേണ്ടത്, ഒരിക്കലും നോൺ സ്റ്റിക്ക് പാനല്ല. അപ്പോൾ പഴയ ചട്ടിയിൽ, എൻ്റെ അടുത്ത് പഴയ ചട്ടി ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഗാർലിക് കേട്ടോ, ചോപ്പ് ചെയ്ത് ഗാർലിക്ക് അതൊരു സ്പൂണിൻ്റെ അടുത്ത് ഇടാം. അതേപോലെ തന്നെ ജിഞ്ചറും. അപ്പോൾ ഗാർലിക്കും ജിഞ്ചർ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് സോട്ട് ചെയ്യുക. ഈ മെത്തേഡ് ഓഫ് കുക്കിംഗ് നിങ്ങൾ ഇതന്നെ യൂസ് ചെയ്യണം. മെത്തേഡ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു മൂപ്പ് സ്മെല്ല് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിപ്പം മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഫയർ കുറച്ച് വെക്കണേ. 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഫയർ കുറക്കണം എന്നുവെച്ചാൽ മല്ലി ഇപ്പോൾ എടുത്തു കണ്ടോ, ഓവർ കുക്കായി പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു തവൻ്റെ ചൂട്, ഇപ്പോൾ തവൻ്റെ ചൂടുള്ള തവൻ്റെ ചൂടുണ്ട്, ഞാൻ ഇവിടുന്ന് തന്നെ ഒന്ന് സോട്ട് ചെയ്യുകയാണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുക്കിംഗ് മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. അധികം കുക്കാൻ മല്ലി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ തവയിലിട്ട് ഇങ്ങനെ ഓവറായി കുക്കായി കഴിഞ്ഞാൽ നമുക്കത് കയ്പ്പ് ടേസ്റ്റൊക്കെ കയറി വരും. നമുക്ക് ലിവർ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് വെക്കാം. ലിവർ എത്ര വാഷ് ചെയ്താലും നമുക്ക് അതിലേക്ക് ബ്ലഡ് ഉണ്ടാവും. അത് അതിനകത്തു നിന്ന് ഇറങ്ങി വരുന്നത്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ലിവറിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ ഇപ്പോൾ കോരിയിട്ടും ലാസ്റ്റ് കണ്ടില്ലേ, അത് നമ്മൾ സ്ട്രെയിനറിൽ ഇട്ട് വെക്കണം എപ്പോഴും. ഞാനിതിപ്പോൾ എടുത്തതാ. ഓക്കെ, അപ്പോൾ ആ ചൂട് സെറ്റായിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആയിക്കോളും, വലിയ വിഷയമില്ല. അതായത് ഇതിൻ്റെ കളേഴ്സൊക്കെ മാറി വരും. ഇത് പഴയ ചട്ടിയാണെങ്കിൽ വേറെ ലെവലാണ്. അതിൻ്റെ കോട്ടിങ്ങൊക്കെ മാറി വരുന്നുണ്ടല്ലേ. ആ കളർ ഇതിൻ്റെ കോട്ടിംഗ് ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഒന്ന് ചേർക്കാം. ഓക്കെ, ഇനി ചേർക്കേണ്ടത് ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, അതൊരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കേട്ടോ, കുറച്ച് ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ പെപ്പർ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്തോളൂ. പെപ്പർ കുഴപ്പമില്ല, കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മല്ലിപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി. ഒരു പൊടിക്ക് വെള്ളം. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഇത് ലാസ്റ്റ് ഒന്നിങ്ങനെ ടൈറ്റ് വരുമ്പോൾ ഈ ലെവലിലാണ് നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ടത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. അന്നേരം കുറച്ചുകൂടെ ഓയിലി ഉണ്ടാകും ഇത് കുക്ക് ചെയ്ത് വന്നിട്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇത് കുക്കായി വന്ന് ടൈറ്റായി വരണം. നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്പാണ്. നമുക്ക് ഇതിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി കണ്ടില്ലേ, ആ ക്വാണ്ടിറ്റി കണ്ട് ഞാൻ എങ്ങനെ ഉപ്പിടാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഇടുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോവും, ഇങ്ങനെ പോവും. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഏകദേശം ഉപ്പായി, പിന്നെ അടുത്തത് ഇങ്ങനെ പോവും, അപ്പോൾ അടുത്ത ഭാഗത്തേക്കുള്ളതായി, അപ്പോൾ ഇങ്ങനെ പോവും. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഉപ്പ് എത്രയെന്നുള്ളത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പൊടിക്ക് ഇങ്ങനെ പോവും. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ഉപ്പിൻ്റെ അളവ്. അത് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ അങ്ങനെ ഇപ്പം ഡബിൾ ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് നീക്കിയിട്ട് നോക്കും എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് 2 ലെയറാണോ 3 ലെയറാണോ. അപ്പോൾ അതിനകത്തായിട്ട് ഇങ്ങനെ ഉപ്പ് പോയിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ച് സോട്ട് ചെയ്യും. ഈ ലെവലിലാണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ പൊതുവേ. എന്നാൽ ഉപ്പ് കൂടുമില്ല കുറഞ്ഞു പോവില്ല.
ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതാ ഈ ലെവലിലായിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവട്ടെ. ഓക്കെ, ഒന്ന് മൂടി വെക്കുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് തുറക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ടില്ലേ, ഈ കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് ഓൾറെഡി നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് വലിയ പ്രയാസമില്ല, ഒരു സോഫ്റ്റ്, നമുക്ക് അന്നേരം മനസ്സിലാക്കാം ഇത് നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട് എന്നുള്ള. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ല കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്ന നെയ്പ്പത്തിലാണ്. എന്താ ഇത് കറക്റ്റാണല്ലോ, കണ്ട കറിൻ്റെ കറി രൂപത്തിലുണ്ട്. അതല്ലാതെ ആണെങ്കിൽ നമുക്ക് തിക്കാണ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, അവസാനമായിട്ട് നമുക്ക് ചെറിയ പൊടിക്കൈകൾ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ടോപ്പിലേക്ക് ഒന്നിങ്ങനെ കുറച്ചൊന്ന് കൊടുക്കണം. കുറച്ച് ഇത്രേ വേണ്ടൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെപ്പർ ഒന്ന് ക്രഷ് ചെയ്ത് ഫ്രഷ് ഇതൊക്കെ ഉണ്ട ഇതിൽ ആ ഒരു ഗ്ലോസിനെസ്സൊക്കെ. സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അടിപൊളി. ഇങ്ങനെ തന്നെ എടുക്കാം അല്ലേ? അതല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുന്നു. അപ്പോൾ നമുക്കിത് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നെയ്പ്പത്തിൽ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് കഴിക്കാമല്ലേ? കഴിച്ചിട്ട് ഞാൻ ആ റിവ്യൂ വരാം. ആവി വറക്കും മട്ടൻ ലിവർ. അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം. ഞാൻ എടുത്തത് നെയ്പ്പത്തിൽ നിങ്ങൾ കണ്ടില്ലേ, നല്ല നെയ്പ്പത്തിലാണ് നമ്മുടെ. ഇനി നെയ്പ്പത്തിൻ്റെ റെസിപ്പി ഇപ്പോൾ കുറേ പേര് ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ ചെയ്തു തരാം ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട്. ഇത് നെയ്പ്പത്തിൽ എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, പുറം ഭാഗം നല്ല ഇങ്ങനെ ടെക്സ്ചർ ഉണ്ടല്ലേ, ഇങ്ങനെ ആയിരിക്കണം. ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഒന്ന് കാണിക്കാം. ആ ഫ്ലഫി കണ്ടില്ല, പൂരി പോലെ. ഉൾഭാഗം കണ്ടോ, ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കണം. അതാണ് നെയ്പ്പത്തിൻ്റെ എപ്പോഴും നമുക്ക് വേണ്ടത്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിന് നെയ്പ്പത്തൽ എന്ന് പറയും, മറ്റേതിന് പത്തൽ എന്ന് പറയും, പിന്നെ പത്തിരി എന്ന് വേറെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്ത് കഴിക്കാം. നെയ്പ്പത്തിലൂടെ നല്ല കോംബോ, നല്ല സ്പൈസി ഉണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ആ പെപ്പർ ഇട്ടതിൻ്റെ നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ പൊടിയണം. കണ്ടോ, അതിങ്ങനെ പൊടിയണം കണ്ടോ. കണ്ടോ, ആ തരി പോലെ ഇങ്ങനെ കിട്ടണം. അതാണ് ലിവറിൻ്റെ കുക്കിംഗ്. ഇത് നമ്മളത് ചിക്കനിലായാലും അങ്ങനെ തന്നെ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചിക്കൻ്റെ ലിവർ ചെയ്യാം, സെയിം. അത് നല്ല ടേസ്റ്റ്. ഇതിനേക്കാൾ ടേസ്റ്റാണ് ഞാൻ പൊള്ളിച്ചത്, അത് വേറെയാണ്, പക്ഷെ ഇത് വേറെയാണ്. പിന്നെ അതേപോലെ തന്നെ ബീഫിൻ്റെ ലിവറും ചെയ്യാം, മട്ടൻ്റെ ലിവറും ചെയ്യാം. എല്ലാത്തിനും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിടുന്ന എല്ലാവരോടും ബൈ പറയാണ്. അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് വേണ്ട റെസിപ്പീസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് ഓർമ്മ ഉള്ളത് ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ.